എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഗാറയും ടെമരിയും കങ്കൂറയും കാണിക്കുകയാണ്. അവർ ആ റോക്ക് നിഞ്ചാസിനെ പിടിക്കാനായിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പുറകെ തന്നെ നമ്മുടെ കുട്ടപ്പനും ടീംസും ആവട്ടെ അവരെ സഹായിക്കാനായിട്ട് അവരുടെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. അവരങ്ങനെ പോകെ പോകെ ഇപ്പൊ ഫ്ലാഷ് ബാക്കില് അവർക്കുണ്ടായ ആ ഒരു വലിയ ഫൈറ്റിനെ കുറിച്ച് അവരാലോചിക്കാൻ തുടങ്ങും. ലീ ആവട്ടെ ആ ഒരു എല്ലിൻകോട്ടിന്റെ ഇടയിൽ പെട്ടുപോകുന്നത്, കിബയ്ക്കാവട്ടെ ഒരു മിനിറ്റ് പോലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ അവൻ തളർന്നു പോകുന്നത്, നാറെ കത്തിവെച്ച് കുത്താൻ പോകുമ്പോ കറക്റ്റ് സമയത്ത് അവിടേക്ക് ടെമരി ചാടി വീണ് അവളുടെ ചിറകുകൊണ്ട് അവനെ രക്ഷിക്കും. അതുപോലെ കിബയെ കങ്കുറയും ലിയെ സാക്ഷാൽ ഗാറയുമാണ് അന്ന് രക്ഷിച്ചത്. അവർ നമ്മളെല്ലാവരെയും സേഫാക്കി ഗ്രാമത്തിലെത്തിച്ചു. അതുകൊണ്ട് തന്നെ അവര് നമുക്ക് ചെയ്തു തന്ന സഹായത്തിന്റെ 10 മടങ്ങായിട്ട് നമുക്ക് അവർക്ക് തിരികെ കൊടുക്കണമെന്ന് ഇപ്പൊ നാറ പറയും. അവര് കുറച്ച് മുൻപോട്ടേക്ക് എത്തുമ്പോ നാറ പറയും നമ്മൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് പോകണം. അത് കേൾക്കുമ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്നവര് ഇപ്പൊ കുട്ടപ്പനെ ചീത്ത പറയാൻ തുടങ്ങും. കാരണം നാറയാണ് ഇപ്പൊ അവരുടെ ടീം ലീഡർ. അതുകൊണ്ട് തന്നെ അവന്റെ പ്ലാനിങ്ങില് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും പറയുമ്പോ നാറയാവട്ടെ ഇപ്പൊ പതിയെ മുൻപോട്ടേക്ക് നടക്കും. ആക്ച്വലി നാറ കാത്തിരിക്കുന്നത് ഇപ്പൊ ഷിനോയ്ക്ക് വേണ്ടിയാണ്. അവന്റെ ഈച്ചകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കാടിന്റെ ഒരു ഭാഗം അത് മുഴുവനായിട്ടും ഇപ്പൊ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ 4 റോക്ക് നിഞ്ചകള് ഇപ്പൊ കാടിന്റെ നടുക്കൂടെ നടന്ന് അവരുടെ ഫുട് പ്രിന്റ്സ് അവിടെയൊക്കെ തന്നെ പതിപ്പിക്കും. കാരണം അവർക്ക് ആവശ്യം ഗാറയെ മാത്രമാണ്. അപ്പൊ അവര് കാണും ലോങ് ഷോട്ടിൽ നിന്ന് ഗാറയും ടെമരിയും കങ്കൂറയും ഫൈറ്റ് ചെയ്യാനായിട്ട് പാഞ്ഞടുത്ത് വരുന്നത്. അപ്പൊ അതിലൊരു വില്ലത്തി ഇവരുടെ 3 പേരുടെയും കാര്യം ഞാൻ നോക്കാന്ന് പറഞ്ഞ് അവളുടെ കത്തിയെടുത്ത് വീശാൻ തുടങ്ങും. ഒരുപാട് കാറ്റ് അതാഞ്ഞടിക്കുമ്പോ ടെമരിക്ക് മനസ്സിലാവും അവളുടെ അതേ പവറുള്ള ഏതോ ഒരുത്തി ഇപ്പൊ അവളുടെ തൊട്ടടുത്തുണ്ടെന്ന്. ടെമരി ഉടനെ അവളുടെ ചിറക് വീശി വലിയൊരു കൊടുങ്കാറ്റ് തന്നെ അവിടേക്ക് അടിച്ചു വിടും. ആ ഒരു കൊടുങ്കാറ്റില് അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ പോലും ഇപ്പൊ പറഞ്ഞു പോകുന്ന കണ്ട നമ്മുടെ വില്ലത്തി ആവട്ടെ അവള് കാഷ്വലായിട്ട് ചിരിക്കും. ഇങ്ങനെ ഒരു കാറ്റടിച്ചാൽ മാത്രം അവൾക്ക് എന്നെ തോപ്പിക്കാൻ കഴിയോ? അവള് ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മുടെ വില്ലത്തി അമ്മ ആവട്ടെ അടുത്ത ജിപ്സും എടുക്കാനായിട്ട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കും. അത് കണ്ടിപ്പോ ടെമരി ഗാറയോട് പറയും, കുഴപ്പമില്ല, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കണമെന്ന് പറയുമ്പോ നമ്മുടെ വില്ലത്തി ആവട്ടെ അവളുടെ കത്തി വീശി ടെമരിയുടെ അടുത്തേക്ക് ഇപ്പൊ പാഞ്ഞെടുക്കും. പക്ഷെ ടെമരി വിട്ടുകൊടുക്കില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാറ്റുകൾ ആഞ്ഞടിപ്പിച്ച് അവിടെ പൊരിഞ്ഞ് ഫൈറ്റ് ഇടും. ഇവിടെ കക്ഷുകി ആവട്ടെ അവള് ദൂരേക്ക് നോക്കുമ്പോ ഗാറയും ടീംസും പാഞ്ഞടുക്കുന്ന കാണുമ്പോ അവക്ക് ഒരുപാട് സന്തോഷാവും. അവള് ഗാറയെ കണ്ട് തുള്ളിച്ചാടുമ്പോ അപ്പൊ വേറൊരു വില്ലൻ അവന്റെ കത്തിയെടുത്ത് ഇപ്പൊ ഗാറയ്ക്കും കങ്കൂറയുടെ നേർക്ക് വലിച്ചെറിയും. പക്ഷെ കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ഗാറയും കങ്കൂറ ആവട്ടെ നൈസായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആവും. കങ്കൂറ ആ ഒരു വാള് നോക്കുമ്പോ അവന് മനസ്സിലാവും അത് വെറും ഒരു പപ്പട്ട് ടെക്നിക്കാണ്. ആക്ച്വലി നമ്മുടെ കങ്കൂറയും പപ്പട്ട് ടെക്നിക്കില് ഒരു വില്ലാളി വീരനാണ്. ഈ പൊടിപ്പയ്യന് തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പൊ കങ്കൂറ ആവട്ടെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കങ്കൂറ ഉടനെ ഇപ്പൊ ഗാറയോട് പറയും അവൻ വെറും അശുവാണ്, ഇവനെക്കാളും വലിയ പപ്പട്ട് ടെക്നിക്ക് എനിക്കറിയാം, അതുകൊണ്ട് ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം, നീ എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ഗാറയെ കങ്കൂറ പറഞ്ഞു വിടുമ്പോ അതേ സമയത്ത് തുടക്കം തന്നെ അവര് രണ്ടുപേരും തനിയെ പുകഴ്ത്താൻ തുടങ്ങും. അങ്ങനെ കുറെ നേരം തള്ളിമറിച്ച് ഇപ്പൊ കങ്കൂറ ആവട്ടെ അവന്റെ പപ്പടിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വില്ലൻ പയ്യനെ അവനെ അങ്ങനെ അതിൽ ലോക്ക് ചെയ്ത് പിടിക്കും. എന്നിട്ട് ഈസി ആയിട്ട് കത്തിവെച്ച് കുത്തിക്കൊല്ലാന്ന് കരുതി അവൻ കത്തിവെച്ച് കുത്തുമ്പോ അപ്പൊ ചിന്നപ്പയ്യൻ അവന്റെ കത്തിവെച്ച് ഒരു ഡ്രാഗനെ ക്രിയേറ്റ് ചെയ്ത് കങ്കൂറയുടെ പപ്പടികളെല്ലാം തന്നെ ഇപ്പൊ തല്ലിക്കൊന്ന് ഒരു മൂലക്കിടും. കട്ട് ചെയ്ത ഇപ്പൊ ബാക്കിയുള്ള 2 റോഡ് നിഞ്ചകളാവട്ടെ അവര് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിൽ മെയിൻ വില്ലൻ പറയും, നീ എത്രയും പെട്ടെന്ന് ആ ഒരു ഗാറയെ ഞാൻ പറഞ്ഞ ദിശയിൽ എത്തിക്കണം, എന്നിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തതെല്ലാം തന്നെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോ അവനാവട്ടെ അത് കേട്ട് ഗാറയെ തടയാനായിട്ട് ഗാറയുടെ മുൻപിലേക്ക് പോകും. ഗാറയെ കണ്ട ഉടൻ വില്ലനാവട്ടെ അവന്റെ ആയുധങ്ങളൊക്കെ വെച്ച് ഇപ്പൊ ചറപറ ഫൈറ്റ്. പക്ഷെ ഗാറ കൈകെട്ടി കാഷ്വലായിട്ട് അവരെ നോക്കി നിൽക്കും. അപ്പൊ പതിയെ പതിയെ അവന്റെ സാൻഡ് അങ്ങനെ പുറത്തു വരുന്നതായിട്ട് കാണും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പനും ടീംസും ആവട്ടെ ഇപ്പൊ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി നേരം ഇപ്പൊ കുട്ടപ്പൻ നിന്നും അടുത്ത് മതി, ഒരുപാട് നേരമായി ഞാനിങ്ങനെ പോസ്റ്റായി നിൽക്കുന്നു, നമുക്ക് മുൻപോട്ട് പോകാന്ന് പറയുമ്പോ നെജി ആവട്ടെ കുട്ടപ്പനെ വീണ്ടും ഇപ്പൊ ചീത്ത വിളിക്കും. അതേസമയം ഇവിടെ കാട്ടില് നെജി, ഹിനട്ട, ഷിനോ,
അവരെല്ലാവരും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്നറിയാനായിട്ട് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നെജി കാണും ഷിനോയുടെ ഈച്ചകള് അത് വട്ടമിട്ട് പറക്കുന്നത്. അവനവന്റെ വ്യാഹു കണ്ണു വെച്ച് നോക്കുമ്പോ ദൂരത്തായിട്ട് ആ ഒരു വില്ലന്മാരുമായിട്ട് ഗാറയും ടീംസും ഫൈറ്റ് ചെയ്യുന്നത് അവര് കാണും. ഹിനട്ടയ്ക്കും കാര്യം പിടികിട്ടി അവള് മുൻപോട്ട് ഓടുമ്പോ ഇവിടെ നാറയാവട്ടെ കാടിന്റെ മുകളിലായിട്ട് ഇപ്പൊ ഷിനോയുടെ ഈച്ചകളെല്ലാം തന്നെ വന്ന് കൂടി നിൽക്കുന്നത് കാണും. ആ ഈച്ചകളെല്ലാം തന്നെ ഇപ്പൊ ഷിനോയുടെ തൊട്ടടുത്തെത്തുമ്പോ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആക്ച്വലി ഇവർ ഈ മിഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഷിനോ ആവട്ടെ ഒരു റാണി ഈച്ചയെ നാറയുടെ കയ്യിൽ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഈച്ചകളെല്ലാം തന്നെ നാറയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വന്ന ഈച്ചകൾ ഉടനെ ഫൈറ്റ് തുടങ്ങി എന്ന് എഴുതി കാണിക്കും. അത് കണ്ട നാറ ആവട്ടെ നമ്മൾ ഓൾറെഡി ലേറ്റായി, അതുകൊണ്ട് 2 പേര് വീതം ഇപ്പൊ ഓരോ സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് നാറ നിർദ്ദേശം കൊടുക്കും. ഇത്തവണ നമ്മുടെ ബെസ്റ്റ് അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് കിബയും ചോദിച്ചാവട്ടെ ഇപ്പൊ ഒരു സൈഡിലൂടെ ഓടുമ്പോ അപ്പുറത്ത് നമ്മുടെ ലീയും കുട്ടപ്പനും നിക്കറും പൊക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നാറയാവട്ടെ അവരോട് നിൽക്കാൻ പറയും. അവൻ പറയും എന്തോ ഒരു ചതി അതെവിടെയോ ഉണ്ട്. കാരണം ആ ഒരു വില്ലന്മാര് അവര് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഒരേ ലൈനിൽ ഫൈറ്റ് ചെയ്ത് ഓടി രക്ഷപ്പെട്ടേനെ. പക്ഷെ അവർ ഫൈറ്റ് ചെയ്യുന്നത് ഓരോരുത്തരായി മാറി നിന്ന് വ്യത്യസ്ത ഇടങ്ങളിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെന്തോ ഒരു ട്രാപ്പ് അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. നാറ കയ്യിലുണ്ടായിരുന്ന ഹണി ഉപയോഗിച്ച് ആ കാര്യം ഇപ്പൊ ഒരു മരത്തിൽ എഴുതിയിടും. ഷിനോയുടെ ഈച്ചകള് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇപ്പൊ ഇൻഫർമേഷൻ പാസ് ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ ഒരു സൈഡ് നമ്മുടെ ടെമരി അമ്മച്ചി ആവട്ടെ അവര് 2 പേരും ഫൈറ്റ് ചെയ്ത് കാട്ടിലുള്ള മരങ്ങളെല്ലാം തന്നെ ഇപ്പൊ അടിച്ചു തെറിപ്പിച്ചിരിക്കുകയാണ്. ഇനി നീ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് അമ്മച്ചി കളിയാക്കുമ്പോ നമ്മുടെ ടെമരി അവള് വിട്ടുകൊടുക്കില്ല. വീണ്ടും അവള് ആഞ്ഞ് കാറ്റടിച്ചു വീശി ആ ഒരു വില്ലത്തിയെ അടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കും. ടെമരി വലിയൊരു ടൊർണേഡോ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇപ്പൊ വില്ലത്തിയെ മടക്കി ലോക്ക് ചെയ്യും. പക്ഷെ വില്ലത്തി ആവട്ടെ അവളുടെ കത്തി വീശി ആ ഒരു ടൊർണേഡോ അത് 2ആയിട്ട് വെട്ടി അങ്ങനെ തന്നെ ഇപ്പൊ ടെമരിക്ക് നേരെ തന്നെ ഇപ്പൊ അടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. ടെമരി ഓൾറെഡി ഇപ്പൊ ടയർഡ് ആയതുകൊണ്ട് തന്നെ അവൾ കറങ്ങി അടിച്ച് താഴെ വീഴും. കട്ട് ചെയ്ത ആ ഒരു ചിന്നപ്പയ്യന്റെ ഡ്രാഗൻ അതങ്ങനെ തന്നെ കങ്കൂറയുടെ മുഖം അത് കടിച്ചു പറിക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അത് ആക്ച്വലി കങ്കൂറയല്ല, അവന്റെ വെറും ഒരു പപ്പഡ് മാത്രമാണ്. തൊട്ടടുത്ത് നിന്ന് നമ്മുടെ റിയൽ കങ്കൂറ ആവട്ടെ പുറത്തു വന്ന് വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ചിന്നപ്പയ്യന്റെ ഡ്രാഗൻ അതങ്ങനെ തന്നെ ഇപ്പൊ കങ്കൂറയെ കടിച്ചു പിടിക്കും. കങ്കൂറ വിടില്ല. അവന്റെ തകർന്നു കിടക്കുന്ന പപ്പടുകളെ ഉപയോഗിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്നും അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ചിന്നപ്പയ്യൻ ഉടനെ അവൻ വീണ്ടും ഒരുപാട് ഡ്രാഗൺസ് ക്രിയേറ്റ് ചെയ്ത് ആ പപ്പടുകളെ അങ്ങനെ കടിച്ചു പിടിക്കും. ഇപ്പൊ കങ്കൂറയ്ക്ക് ആകെ ടെൻഷനായിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൻ വണ്ടറടിച്ച് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ഗാറയ്ക്ക് നേരെ ആ ഒരു വില്ലനാവട്ടെ ഇരുമ്പ് കട്ടയെടുത്ത് തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗാറയ്ക്കൊരു പോറല് പോലും ഏക്കില്ല. ഗാറ ഹായ് ആയിട്ട് അവന്റെ സാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വില്ലനെ അങ്ങനെ കവർ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ അവന് ഒരു പോറല് പോലും ഏക്കില്ല. അവൻ ആ മണ്ണ് മുഴുവനായിട്ടും ഇടിച്ചു തെറിപ്പിക്കുന്ന കാണുമ്പോ നമ്മുടെ ഗാറ തന്നെ 1 മിനിറ്റ് ഷോക്കായി പോവും. ഇത് നിനക്ക് എങ്ങനെ സാധിച്ചു? നിനക്കും എന്നെ പോലെ സാൻഡ് പവർ ഉണ്ടോന്ന് ഇപ്പൊ ഗാറ ചോദിക്കുമ്പോ അവൻ പറയും അതൊന്നുമല്ല, എന്റെ ഈ ഒരു സ്യൂട്ട് ഉപയോഗിച്ചാണ് ഞാനത് ചെയ്തത്. ഈ ഒരു സ്യൂട്ടിന് ചക്ര പവർ അത് അബ്സോർബ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഇവിടെ ടെമരി അവൾ അടികിട്ടി ഇപ്പൊ തളർന്നു കിടക്കുമ്പോ വില്ലത്തി കത്തിയുമായിട്ട് ഇപ്പൊ ചാടി വീഴും. അവളെ കുത്താനായിട്ട് അടുത്തെത്തുമ്പോ ആരോ ഒരാള് ഇപ്പൊ ആ വില്ലത്തിയെ അടിച്ചു തെറിപ്പിക്കും. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ നാറ. ഇവിടെ കങ്കൂറയെ ആ ഒരു ഡ്രാഗൻസ് കടിച്ചു കീറുമ്പോ കറക്റ്റായിട്ട് കിബ ചാടി വീണ് അവനും പട്ടിക്കുട്ടി ഇപ്പോ മോൺസ്റ്റേഴ്സ് ആയി മാറി ഡ്രാഗൻസിനെ എല്ലാം തന്നെ കടിച്ചു തുപ്പി അവരെ സേഫ് ആക്കി നിർത്തും. വില്ലത്തി ഷോക്കായിട്ട് അവരെ നോക്കി നിൽക്കുമ്പോ ചോദിച്ചു പറയും ഞങ്ങളെല്ലാവരും ലീഫ് വില്ലേജിലുള്ളവരാണ്. സാൻഡ് വില്ലേജിലുള്ള ഇവരെല്ലാവരും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇവിടെ ഷിനോ ആവട്ടെ അവന്റെ ഈച്ചകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഫൈറ്റ് നടക്കുന്ന എല്ലാ സ്പോട്ടും കണ്ടുപിടിക്കും. കുട്ടപ്പനോടും ലീനോടും സാക്കുറയോടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കാൻ പറയുമ്പോ ഇവിടെ ഗാറ ആവട്ടെ ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് വണ്ടറടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.